വെൽക്കം ടു സ്റ്റഡി വെൽ വിത്ത് മീ. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് വില്യം ഷേക്സ്പിയർ എഴുതിയ ദി 7 ഏജസ് ഓഫ് മാൻ എന്ന കവിതയുടെ സമ്മറിയാണ്. ഈ കവിതയിലെ കവി ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ പറ്റിയും അതിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ ഭാഗങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ 7 യുഗങ്ങളാണ്. അതായത് ഒരു കുഞ്ഞ് ഭൂമിയിൽ ജനിച്ചതു മുതൽ വയസ്സായി മരിക്കുന്നതുവരെയും ആ കുട്ടി 7 യുഗങ്ങളിലൂടെ കടന്നു പോകും. അതായത് ജീവിതത്തിൻ്റെ 7 ഫേസിലൂടെ കടന്നു പോകുമെന്നാണ് വില്യം ഷേക്സ്പിയർ ഈ കവിതയിലൂടെ പറയുന്നത്. നമുക്ക് കവിതയുടെ സമ്മറി നോക്കാം. ഫസ്റ്റ് സ്റ്റാൻസ. All the words a stage, and all the men and women merely players. They have their exits and their entrances. And one man his time plays many parts, his acts being 7 ages. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? All the words a stage. ഈ ലോകം മുഴുവനും ഒരു സ്റ്റേജ് ആണെന്നാണ് കവി പറയുന്നത്. ഈ ലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഇടം എന്താണ്? ഒരു സ്റ്റേജാണ്. എന്തിൻ്റെ സ്റ്റേജാണ്? നാടകമൊക്കെ പ്ലേ ചെയ്യുന്ന തിയേറ്ററിലെ ആ സ്റ്റേജാണ് ഇവിടെ പറയുന്നത്. ഈ ലോകം തന്നെ എന്താണ്? നാടകങ്ങളൊക്കെ പ്ലേ ചെയ്യുന്ന സ്റ്റേജാണ്. ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വുമൺ മിയർലി പ്ലെയേഴ്സ്. അപ്പോൾ അതിൽ നാടകത്തിൽ അഭിനയിക്കുന്നത് ആരൊക്കെയാണ്? ജനങ്ങളല്ലേ. അതായത് മെന്നും വുമണുമാണ് ആ നാടകത്തിൽ അഭിനയിക്കുന്ന അഭിനേതാക്കൾ. They have their exits and their entrances. അവർക്ക് എന്തുണ്ട്? എക്സിറ്റും ഉണ്ട്, എൻട്രൻസും ഉണ്ട് അല്ലേ. അതായത് സ്റ്റേജിലേക്ക് കടന്നു വരാനൊരു വാതിലുണ്ട്, അതുപോലെ തന്നെ സ്റ്റേജിൽ നിന്നും പുറത്തു പോകാനും ഉണ്ട്. അതിവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? എൻട്രൻസ്, നമ്മൾ ജീവിതത്തിൻ്റെ തുടക്കം അല്ലേ, ജനനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മരണമാണ് എക്സിറ്റ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. ആ ജനനത്തിനും മരണത്തിനും ഇടയിൽ ധാരാളം റോൾസ് ആര് പ്ലേ ചെയ്യുന്നുണ്ട്? നമ്മൾ മനുഷ്യർ പ്ലേ ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ ജനിക്കുമ്പോൾ ഒരു കുട്ടിയായും പിന്നീട് സഹോദരനായും പാരൻസായും ഗ്രാൻഡ് പാരൻസായും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഭൂമിയിൽ ജനിച്ചാൽ കടന്നു പോകുന്ന സ്റ്റേജസിനെ കുറിച്ചിട്ടാണ് കവി ഈ പോയത്തിൽ പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. And one man in his time plays many parts, his acts being 7 ages. അപ്പോൾ ഈ സ്റ്റേജിലേക്ക് ഒരാൾ കടന്നു വരികയാണ്. ആ കടന്നു വരുന്ന ആൾ ഈ 7 സ്റ്റേജസിലും അഭിനയിക്കുന്നുണ്ട് അല്ലേ. ഈ 7 നമ്മൾ ലൈഫിൽ ഉണ്ടാവുന്ന 7 ഫേസസും അവർ അഭിനയിക്കുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? എക്സിറ്റ് വഴി പുറത്തേക്ക് പോകുന്നു. സെക്കൻഡ് സ്റ്റാൻസ. At first the infant mewling and puking in the nurse's arms, and then the whining schoolboy with his satchel and shining morning face creeping like snail unwillingly to school. ഈ വരികളിലൂടെ പോയിറ്റ് പറയുന്ന 7 സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. At first the infant. ആദ്യത്തെ സ്റ്റേജിൽ എന്താണ്? നമ്മളൊരു വാവയാണ് അല്ലേ, കുഞ്ഞു വാവ. ഇൻഫൻറ്റ് എന്ന് പറഞ്ഞാൽ ബേബിയാണ്. മ്യൂളിങ് എന്നാൽ കരയുക, പ്യൂക്കിംഗ് വൊമിറ്റിംഗ്. അപ്പോഴെന്താ ഇവിടെ പറയുന്നത്? ഒരു കുഞ്ഞ് ജനിച്ചാൽ അത് കരയുന്നതും വൊമിറ്റ് ചെയ്യുന്നതും ഒക്കെ ആരുടെ കയ്യിലാണ്? നേഴ്സിൻ്റെ കയ്യിലാണ് അല്ലേ. നേഴ്സ് അല്ലെങ്കിൽ നമ്മളെ നോക്കുന്നത് ആരാണോ അവരുടെ കയ്യിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കരയുകയും വൊമിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. And then the whining schoolboy with his satchel. സെക്കൻഡ് സ്റ്റാൻസയിൽ ഫസ്റ്റ് ലൈനിൽ പറഞ്ഞേക്കുന്നത് നമ്മളൊരു ബേബി ആയിരുന്ന സമയത്ത് എന്തൊക്കെ ചെയ്തു എന്നാണ്. നമ്മൾ കരഞ്ഞു, അതുപോലെ തന്നെ വൊമിറ്റ് ചെയ്തല്ലേ. അതൊക്കെ ആരുടെ കയ്യിലാണ്? നമ്മുടെ നോക്കുന്ന ആളുടെ കയ്യിൽ അല്ലേ. രണ്ടാമത്തെ ലൈനിലാകുമ്പോഴത്തേക്കും നമ്മൾ എന്തായി? സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന ഒരു കുട്ടിയായി. വൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ്. നമുക്കറിയാം കുഞ്ഞു കുട്ടികൾ എപ്പോഴും കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ. അപ്പം നമ്മൾ അടുത്ത സ്റ്റേജിൽ, ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ഇൻഫൻ്റ് ആയിരുന്നു. രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ എന്തായി? സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയായി മാറി. സാച്ചൽ എന്ന് പറഞ്ഞാൽ സ്കൂൾ ബാഗാണ് കേട്ടോ. ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ് ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ അൺവില്ലിംഗ്ലി ടു സ്കൂൾ.
അപ്പോൾ ആ കുട്ടി രാവിലെ ആ കുട്ടിയുടെ മുഖം എങ്ങനെയാണുള്ളത്? നല്ല ഫ്രഷായ മുഖം അല്ലേ? ഫ്രഷായ മുഖമാണെങ്കിൽ കൂടി ആ കുട്ടി എന്താണ് ഒച്ചു പോകുന്നത് എങ്ങനെയാണോ അതുപോലെ പതുക്കെയാണ് സ്കൂളിലേക്ക് പോകുന്നത്. ഇതിനർത്ഥം എന്താ? സ്കൂളിലേക്ക് പോകാൻ വലിയ താല്പര്യമൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഒരു ഒച്ച എങ്ങനെയാണോ എഴയുന്നത് അതുപോലെയാണ് ആ കുട്ടി സ്കൂളിലേക്ക് പോകുന്നത്. തേർഡ് സ്റ്റാൻസ. ആൻഡ് ദെൻ ദ ലവർ സൈൻ ലൈക്ക് ഫർണസ് വിത്ത് എ വോയ്ഫുൾ ബാലഡ് മെയ്ഡ് ടു ഹിസ് മിസ്ട്രസ് ഐബ്രോ. ഇപ്പോഴും നമ്മുടെ ആ സ്കൂൾ കുട്ടി കൗമാരപ്രായം എത്തിയിട്ടുണ്ട്. ആൻഡ് ദെൻ ദ ലവർ സൈൻ ലൈക്ക് ഫർണസ്, അതായത് ലവർ ഇപ്പോഴെന്താണ്? ഒരു ചൂള. ഫർണസ് എന്ന് പറഞ്ഞാൽ അടുപ്പ് അല്ലേ? അപ്പോൾ അതുപോലെ ആ അടുപ്പ് എങ്ങനെയാണോ ഉരുകുന്നത് അതുപോലെ ഉരുകുന്നു എന്നാണ് പറയുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൗമാരക്കാരിൽ ഉണ്ടാകുന്ന ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, ആ ഇമോഷൻസിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിറഞ്ഞ ഒരു യുവാവായിട്ടാണ് ഇപ്പം അവനുള്ളത്. വോയ്ഫുൾ ബാലഡ് മീൻസ് സാഡ് ലവ് സോങ്. അവൻ ദുഃഖകരമായ പ്രണയ കവിതകൾ എഴുതാൻ തുടങ്ങിയിരിക്കുന്നു. അവൻ അവൻ്റെ മിസ്ട്രസിനെ വളരെയധികം സ്നേഹിക്കുന്നു. മിസ്ട്രസിൻ്റെ ആ ഐബ്രോ, പുരികത്തിനെ വരെ അവൻ ഇപ്പോഴെന്ത് ചെയ്യുന്നുണ്ട്? വളരെ സ്നേഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റാൻസ. ദെൻ എ സോൾജിയർ full of strange oaths and bearded like the part, jealous in honor, sudden and quick in quarrel, seeking the bubble reputation even in the cannon's mouth. അപ്പോൾ ഇപ്പോഴെന്തായി മാറി? നമ്മുടെ ആ ഒരു കുട്ടി സോൾജിയർ, ആ സോൾജിയറിൻ്റെ ആ ഒരു കറേജിയസ് ഒക്കെ ഉണ്ടല്ലോ, അതായി മാറി. നല്ല അവനിപ്പം എന്തുണ്ട്? നല്ല കറേജിയസ് ഉണ്ട്, നല്ല ധൈര്യമുണ്ട്. ഇതാണ് 4th സ്റ്റേജ് കേട്ടോ. നമ്മുടെ ലൈഫ് ജേണീൻ്റെ 4th സ്റ്റേജാണ് ഇപ്പോൾ പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ധൈര്യത്തോടെ എല്ലാം നേരിടുന്ന ഒരു സ്റ്റേജാണിത്. അതാണ് കറേജിയസ് എന്ന് പറയുന്നത്. ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഓട്സ് ആൻഡ് ബിയേർഡഡ് ലൈക്ക് ദ പാർട്ട്. ഓട്സ് എന്ന് വെച്ചാൽ ശബദങ്ങളൊക്കെ എടുക്കൂലേ, ഞാനിത് ചെയ്യും, ആ ഒരു കറേജിയസ് ഉണ്ടാവൂലേ, അതാണ്. പിന്നെ ആൻഡ് ബിയേർഡഡ് ലൈക്ക് ദ പാർഡ്, അതായത് ഇപ്പോൾ താടിയൊക്കെ വെച്ചിട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടി തോന്നുന്ന രൂപമായിട്ട് മാറി. പാർഡെന്ന് പറഞ്ഞാൽ പുള്ളിപ്പുലിയാണ്. അപ്പോഴെന്താ? ആ ഒരു പുള്ളിപ്പുലിയുടെ ധൈര്യം എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഈ ഒരു സമയത്ത് അവൻ എന്താണ്? കൂടുതൽ ബഹുമാനം ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെൽഫ് റെസ്പെക്റ്റ് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ അടിപിടിയൊക്കെ കൂടുന്ന സ്വഭാവമായിരിക്കും. എന്തെങ്കിലും ചെറിയൊരു കാര്യത്തിന് തന്നെ പെട്ടെന്ന് ദേഷ്യം വന്ന് അതിന് ക്വിക്ക് ഇൻ ക്വാറൽ അല്ലേ, സഡൻ റിയാക്ഷൻ ആയിരിക്കും എല്ലാത്തിനോടും ഉണ്ടാവുന്നത്. സീക്കിംഗ് ദ ബബിൾ റെപ്യൂട്ടേഷൻ. ബബിൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, കുമിളകൾ. റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ പ്രശസ്തി. അപ്പം അവന് കിട്ടുന്ന ആ നേരത്തെ പ്രശസ്തി എന്താണ്? ബബിളാണ് അല്ലേ? പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുന്ന പ്രശസ്തിയാണ് അവന് കിട്ടുന്നത്. പക്ഷേ അവൻ എന്താണ്? ആ ഒരു ഏജിൽ അതൊക്കെ തന്നെ അവന് ധാരാളമാണ്. നെക്സ്റ്റ് സ്റ്റാൻസ. ആൻഡ് ദെൻ ദ ജസ്റ്റിസ് ഇൻ ഫെയർ റൗണ്ട് ബെല്ലി വിത്ത് ഗുഡ് ക്യാപ്പ് ആൻഡ് ലിൻഡ് വിത്ത് ഐസ് സിവിയർ ആൻഡ് ബിയേർഡ് ഓഫ് ഫോമൽ കട്ട് ഫുൾ ഓഫ് വൈസ് സോസ് ആൻഡ് മോഡേൺ ഇൻസ്റ്റൻസസ് ആൻഡ് സോ ഹീ പ്ലേസ് ഹിസ് പാർട്ട്. ഈ സ്റ്റാൻസയിൽ പറയുന്നത് 5th സ്റ്റേജാണ് ലൈഫിൻ്റെത്. ആ 5th സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ആ കുട്ടി എന്തായി? വിവേകമുള്ള ഒരു വ്യക്തിയായി മാറി. നല്ല പക്വതയൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അവന് ധാരാളം ജീവിതാനുഭവങ്ങളുമുണ്ട്. 4th സ്റ്റേജിൽ ഉണ്ടായിരുന്ന എടുത്തുചാട്ടം, അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ബബിൾ റെപ്യൂട്ടേഷൻ, അതൊക്കെ ഇപ്പോഴെന്തായി? പൂർണ്ണമായിട്ടും ഇല്ലാതായി. അവനിപ്പോഴെന്തുണ്ട്? വലിയ വട്ടത്തിലുള്ള വയറുണ്ട്. ഇൻ ഫെയർ റൗണ്ട് ബെല്ലി വിത്ത് ഗുഡ് ക്യാപ്പ് ആൻഡ് ലിൻഡ്. അപ്പോൾ ഇപ്പോൾ അവൻ കഴിക്കുന്നതൊക്കെ എന്താണ്? നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ആണ് അവൻ ജീവിക്കുന്നത്. വിത്ത് ഐസ് സീവിയർ ആൻഡ് ബിയേർഡ് ഓഫ് ഫോർമൽ കട്ട്. ഐസ് സീവിയർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴവൻ്റെ കണ്ണുകൾ എന്തായി? വളരെ സീരിയസ് ഐസാണ് ഇപ്പോഴവനുള്ളത്. താടിയൊക്കെ ട്രിം ചെയ്തിട്ട് നല്ല ഫോർമൽ കട്ടിലേക്ക് മാറി. സോസ് എന്ന് പറഞ്ഞാൽ എ പീസ് ഓഫ് അഡ്വൈസ്. അവനിപ്പോഴും അഡ്വൈസ് ചെയ്യും.
അതുപോലെ ഇപ്പോഴുള്ള കാര്യത്തെ പറ്റിയിട്ടും സംസാരിക്കും. അവൻ മറ്റുള്ളവർക്ക് എന്താണ് അഡ്വൈസ് കൊടുക്കും. ചെറുപ്പക്കാരായ ആൾക്കാർക്ക് അവൻ എന്ത് ചെയ്യും? അഡ്വൈസും കൊടുക്കും, ഇപ്പോഴുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും സംസാരിക്കും. നെക്സ്റ്റ് സ്റ്റാൻസ. The sixth age shifts into the lean and slippered pantaloon with spectacles on nose and pouch on side. His youthful horse, well saved, a world too wide, for his shrunk shank and his big manly voice, turning again toward childish trouble, pipes and whistles in his sound. ഇപ്പോഴും 6th സ്റ്റേജാണ് പറയുന്നത്. 6th സ്റ്റേജിൽ അയാൾ എന്തായി? വയസ്സായി. പാൻറ്റലൂൺ എന്നാൽ ലൂസ് ഫിറ്റിംഗ് ട്രൗസറാണ്. ഇപ്പം ആ വയസ്സായ ആൾ ഇട്ടിരിക്കുന്നത് എന്താണ്? പാൻറ്റലൂണാണ്. ലൂസ് ഫിറ്റിംഗ് ട്രൗസറൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോഴാ ഓൾഡ് മാൻ നടക്കുന്നത്. പിന്നെ കാലിൽ എന്തുണ്ട്? വള്ളിച്ചെരുപ്പുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള മൂവ്മെൻറ്റ്സൊക്കെ കാണുമ്പോൾ അതൊക്കെ കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് എന്ത് തോന്നുന്നുണ്ട്? പരിഹാസമായിട്ട് തോന്നുന്നുണ്ട്. നമ്മളും ഒരു നാൾ ഇതേ സ്റ്റേജിൽ എത്തുമെന്നൊന്നും കാണുന്ന ആൾക്കാർ ആലോചിക്കുന്നില്ല അല്ലേ? അപ്പം ഈ ഒരു വയസ്സായ ആൾ പാൻറ്റലൂണൊക്കെ ഇട്ട് വള്ളിച്ചെരുപ്പൊക്കെ ഇട്ട് അയാൾ പതുക്കെയാണ് നടക്കുന്നത്. ആ ഒരു ചലനം മൂവ്മെൻറ്റ്സ് ഒക്കെ കാണുമ്പോൾ കാണുന്ന ആൾക്കാർക്ക് എന്ത് തോന്നുന്നു? പരിഹാസമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? വിത്ത് സ്പെക്ടക്കിൾസ് ഓൺ നോസ് ആൻഡ് പൗച്ച് ഓൺ സൈഡ്. മൂക്കിൽ എന്ത് വെച്ചിട്ടുണ്ട്? കണ്ണട വെച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിനൊരു സൈഡ് ബാഗും ഉണ്ട്. ഹിസ് യൂത്ത്ഫുൾ ഹോഴ്സ് വെൽ സാവഡ്, എ വേൾഡ് ടു വൈഡ്, ഫോർ ഹിസ് ഷ്രങ് ഷാങ്ക് ആൻഡ് ഹിസ് ബിഗ് മാൻലി വോയിസ്, ടേണിംഗ് അഗെയിൻ ടുവേർഡ് ചൈൽഡിഷ് ട്രബിൾ, പൈപ്സ് ആൻഡ് വിസിൽസ് ഇൻ ഹിസ് സൗണ്ട്. അപ്പോൾ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ പാൻറ്റാണ് കേട്ടോ. ഷ്രങ് ഷാങ്ക് മീൻസ് മെലിഞ്ഞ കാലുകൾ. അദ്ദേഹത്തിൻ്റെ കാലുകൾ ഇപ്പോഴെങ്ങനെയുള്ളതാണ്? മെലിഞ്ഞ കാലുകളാണ് അല്ലേ? ഇപ്പോൾ പഴയ പാൻറ്റ്, ഓൾഡ് ഹോഴ്സൊന്നും ഇപ്പോൾ അദ്ദേഹത്തിന് ഫിറ്റ് ആവുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കാലുകൾക്ക് ഇപ്പോൾ എന്ത് സംഭവിച്ചു? മെലിഞ്ഞു പോയി. ആ സമയത്ത് ചെറുപ്പമായിരുന്ന സമയത്ത് ഫിറ്റായിരുന്ന പാൻറ്റുകൾ ഇപ്പോഴെന്തായി? ഭയങ്കര ലൂസായി. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പാൻറ്റ്, ചെറുപ്പത്തിലുള്ള പാൻറ്റ് അദ്ദേഹം ഇപ്പോഴെന്ത് ചെയ്തിട്ടുണ്ട്? സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പറയുന്നത് സൗണ്ടാണ്. പുരുഷൻ്റെ പരിക്കൻ ശബ്ദമൊക്കെ മാറി. ഇപ്പോഴെന്തായി? വിറയലോട് കൂടിയ ശബ്ദമായി മാറി. സംസാരിക്കുമ്പോഴിപ്പം ഒരു വിസിലിൻ്റെ ഒരു ശബ്ദം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ലാസ്റ്റ് സ്റ്റാൻസ. ലാസ്റ്റ് സീൻ ഓഫ് ഓൾ ദാറ്റ് എൻഡ്സ് ദി സ്ട്രേഞ്ച് ഇവൻറ്റ്ഫുൾ ഹിസ്റ്ററി ഈ സെക്കൻഡ് ചൈൽഡിഷ്നെസ് ആൻഡ് മിയർ ഒബ്ലിവിയൻ, സാൻസ് ടീത്ത്, സാൻസ് ഐസ്, സാൻസ് ടേസ്റ്റ്, സാൻസ് എവ്രിതിങ്. സാൻസ് എന്ന് പറഞ്ഞാൽ ഇല്ലാതായി എന്നാണ് കേട്ടോ അർത്ഥം. SANS, സാൻസ്, ഇല്ലാതായി. ലൈഫിൻ്റെ അവസാന ഘട്ടത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. മനുഷ്യൻ വീണ്ടും ഒരു കുട്ടിയായി മാറുന്നു. നമ്മൾ എങ്ങനെയാണോ ജനിച്ചത് അതേപോലത്തെ ഒരു സ്വഭാവമായിട്ട് മാറുകയാണ്. അതായത് നമുക്ക് വയസ്സായാലേ നമുക്കൊന്നും സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കില്ല. മറ്റൊരാളുടെ ഹെൽപ്പ് നമുക്ക് എപ്പോഴും വേണം. നമ്മൾ കുട്ടിയായിരുന്ന സമയത്ത് അങ്ങനെയാണല്ലോ. ഏതൊരു കാര്യത്തിനും നമുക്ക് നമ്മുടെ പാരൻസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരി, സഹോദരൻ, മറ്റുള്ള ആരായാലും നമുക്ക് എന്ത് വേണം? ഹെൽപ്പ് വേണമായിരുന്നു. അപ്പോഴിപ്പോഴേ എന്തായി? വയസ്സായ സമയത്തും ആ ഒരു സ്റ്റേജിലേക്ക് തന്നെയാണ് ഇപ്പം പോയിരിക്കുന്നത്. പിന്നെ പറയുന്നത് ശരീരമൊക്കെ എന്തായി? മാറിത്തുടങ്ങി. ശരീരത്തൊക്കെ ചുളിവുകളൊക്കെ വീണു. ശരീരം ആകെ മാറി. പിന്നെ ഓർമ്മക്കുറവുണ്ട്. പല്ലില്ലാതായി, കാഴ്ചയില്ലാതായി, ഭക്ഷണം കഴിക്കുന്നതിന് രുചി പോലും നഷ്ടമായി. അങ്ങനെ അവസാനം എല്ലാം നഷ്ടമായി അല്ലേ? നമ്മുടെ ജീവൻ പോലും അവസാനം എന്താവും? നഷ്ടമാവുമെന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ ലൈഫിലെ 7 സ്റ്റേജസ്. അതുകൊണ്ടാണ് കവി നമ്മുടെ ലൈഫിലെ സ്റ്റേജിലേക്കുള്ള ഒരു പെർഫോമൻസ് ആക്കി മാറ്റിയിരിക്കുന്നത് അല്ലേ? നമ്മൾ സ്റ്റേജിലേക്ക് എൻട്രൻസ് വഴി കടന്നു വരുന്നു. ഇത്രയും ഈ 7 റോൾസ് നമ്മളവിടെ പ്ലേ ചെയ്യുന്നു. അതിനുശേഷം എക്സിറ്റ് വഴി നമ്മൾ പുറത്തേക്ക് പോകുന്നു.